ശ്രീറാം. ഓക്കെ. അടിക്കരുത്. എന്നെ കരയിപ്പിച്ചോണ്ട് കുരങ്ങിന്റെ വേഷം കെട്ടിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ. അയ്യോ, ഹനുമാനെ കുരങ്ങെന്ന് വിളിക്കാൻ പാടില്ല. ഇത്തിരിക്കോളം വന്ന കുറുന്തോട്ടിക്ക് വേണ്ടി മല പൊക്കിക്കൊണ്ടുപോയ ആളാ ആഞ്ജനേയൻ. നാക്ക് നിന്റെ കാമ്പത് പോണ്ട. നിന്നെ ഞാൻ അതെ, എനിക്ക് ഭ്രാന്ത. കൊല്ലും ഞാൻ. മനസ്സിൽ കൊണ്ടിരുന്ന മോഹം പോലെ നിനക്കൊരു കോടീശ്വരി കിട്ടിയപ്പോ ഞാൻ ആരുമല്ലതായല്ലേ. ഒരു ഭാര്യ ഭർത്താവും. നിനക്ക് എന്താ പറ്റിയത്? നീ ഇത്ര മണ്ടിയായി പോയോ? നീ കരുതുന്ന പോലെ എന്റെ മനസ്സിൽ ഒന്നുമില്ല ഗൗരി. വേണ്ട, കള്ളം പറയാ വെറുതെ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ ആരെ പിടിച്ച സത്യം ചെയ്യണ്ടേ? ശ്രീരാമനാണ് സത്യം. ഹനുമാനാ പറയണേ. കണ്ട വാലി വാലി വാലി. എന്തോ അവളുടെ അധികാരവും അവകാശവും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഒന്നും നീ കാര്യാക്കണ്ട. കൊച്ചുനാളില് മണ്ണപ്പച്ചുട്ട് കളിക്കുന്ന പ്രായത്തില് പിള്ളേര് കളിക്കുന്ന ഒരു തരം കളിയില്ലേ, ഈ അച്ഛനമ്മയും കളി, അത്രേ ഉള്ളൂ. അങ്ങനെ നീ കാണാവൂ. അതിന് ഭ്രാന്താ മോളെ. ശരിക്കും? ഇനി എനിക്ക് ഭ്രാന്താവൂട്ടോ. വലത്തേക്ക് മിന് കടുപ്പത് ബോണ്ണ. പറയുന്നുണ്ട്. ഒക്കെ ഞങ്ങള് കണ്ടു. എന്താ അമ്മയുടെ കാതിൽ പറഞ്ഞത്? കാതിൽ പറഞ്ഞ കാര്യം സാധിച്ചാലേ പുറത്തു പറയാൻ പാടുള്ളൂ എന്നാ. ഈ ഇടയായിട്ട് പെണ്ണിന്റെ മനസ്സിലെന്തോ പേടി കുടുങ്ങിയിട്ടുണ്ട്. ഒന്ന് പോടി. എന്തിനാ ഭഗവാൻ എന്നെങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എൻ്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എൻ്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ ഭഗവാനെ, രക്ഷിക്കണേ ഭഗവാനെ. ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണമെങ്കിൽ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ പൊലിപ്പിക്കണേ. സർവ്വക്കിനങ്ങൾ എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ അണ്ടവാ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടി മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. 1-2 ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വണ്ടി നിർത്തിയൻ. എന്തിനാ നിർത്തണ? കവച്ചാ പോരെ. ഇനി ഈ ബെൻസിന്നൊന്ന് ഇറങ്ങ്. എന്തിനാ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ചുളിയിൽ കോടീശ്വരനാവാനും എനിക്ക് ആ കോടീശ്വരന്റെ ആശ്രിതനാവാനും ദൈവം തന്നെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. അത് നമ്മൾ മിസ് ചെയ്യരുത്. മനസ്സിലായില്ല? അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അതെ, അവൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിന്നെ തള്ളി പറയാൻ പറ്റില്ല. പിന്നെ ആ ബംഗ്ലാവ് നിനക്ക് സ്വന്തം, ഞാൻ അതിന്റെ മാനേജർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ നീട്ടൊന്നുമില്ല. എടാ സതീർത്യ, ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. വിശ്വാമിത്രനും മേനകയും പരാശരനും മത്സ്യഗന്ധിയും എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ?
അതിനിടയിൽ നിങ്ങളുടെ സംഘം ഒരു സംഘമല്ല. അങ്ങനെ അവരെ പല ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടൊന്നുമല്ല. ഓക്കെ ബഹളം വെക്കണ്ട. ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികൾ, ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണു. എനിക്ക് വേറെ ഒന്നും വേണ്ട, പോരെ? മനുഷ്യത അരുത് കാട്ടാളാ. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ ഇവനമ്പങ്ങളൊന്നുമില്ലേ? നീ തന്നെ പറയ്, എത്രയെന്ന് കരുതിയ ആൾക്കാരെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്? ഒക്കെ വിശ്വസിച്ച കഴിയ നിന്റെ അമ്മയും അമ്മുമ്മയും പിന്നെ ആ പാവം പയ്യനും. പ്രാരാബ്ധവും പ്രശ്നങ്ങളുമായി നടക്കുന്ന അവനെ ഓർത്തിട്ടെങ്കിലും നമുക്കിതൊന്ന് നിർത്തിക്കൂടെ? പടച്ചോരെന്ന് ഇരട്ട പേരിട്ട് അവനെ പലരും കളിയാക്കാറുണ്ട്. സത്യം പറഞ്ഞ അവനൊരു പടച്ചോൻ തന്നെയാ. ഒന്നിനൊരു കുറവും വരുത്താതെ ഒപ്പം പോറ്റി വളർത്തുന്ന ആ അനാഥ പിള്ളേരില്ലേ അവർക്ക്. അനാഥ പിള്ളേരോ? അതെ, സ്വന്തവും ബന്ധവുമില്ലാത്ത വെറും അനാഥകൾ. ഒരിക്കൽ കുടക് ബസ് സ്റ്റാൻഡിൽ വെച്ച് അതുങ്ങളുടെ അമ്മ അവനെ പറ്റിച്ചതാ. ഇപ്പൊ വരാന്നും പറഞ്ഞ് 3 കുട്ടികളെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവർ സ്ഥലം വിട്ടു. കുട്ടികളെയും കൊണ്ടവൻ പുലരുവോളം കാത്തിരുന്നു. പക്ഷെ വന്നില്ല. പിറ്റേന്നാണ് അറിഞ്ഞത് അവനെ വിട്ടിയാക്കി ആ സ്ത്രീ സൂത്രത്തിൽ തടുതപ്പിയെന്ന്. മക്കളെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചപ്പോ ആ കൈക്കുഞ്ഞിന്റെ കുപ്പായത്തിന്റെ കീശയ്ക്കുള്ളിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. പ്രാരാബ്ധം കാരണം മക്കൾക്ക് കൂടി വിഷം കൊടുത്ത് മരിക്കാനായിരുന്നു ആ അമ്മ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ സാധിച്ചില്ല. അമ്മയുടെ മരണവും ആ എഴുത്തിലെ രഹസ്യവും ഇന്നും അവൻ ആ കുട്ടികളെ അറിയിച്ചിട്ടില്ല. കുട്ടികൾക്ക് അനാഥത്വം തോന്നാതിരിക്കാൻ അമ്മ എഴുതിയ ആ എഴുത്ത് ഉടമ്പടി പ്രമാണമായിട്ട് അവൻ സ്ഥാപിക്കും. ആ കുട്ടികളുടെ സന്തോഷത്തിനായി മാസത്തിലൊരിക്കൽ കാശു മുടക്കി അവൻ കോടീശ്വരനാകും. അതൊക്കെയാ ആ പടച്ചവന്റെ തമാശകള്. 3 കുഞ്ഞുങ്ങളുടെ ജീവൻ അവനെ ഏൽപ്പിച്ച് രക്ഷപ്പെട്ട ഏതോ ഒരു അമ്മ ഇപ്പോ ആത്മരക്ഷയ്ക്കായി താവളം തേടിയെത്തിയ നീ. സത്യം പറഞ്ഞാൽ ആർക്കും അവനെ വിട്ടിയാക്കാം, എങ്ങനെയും പറ്റിക്കാം. രോഗിയുടെ ഇംപ്രൂവ്മെന്റ് അറിയാൻ, ഡോക്ടറുടെ വെളിപ്പെടുത്തൽ കേൾക്കാൻ പുറത്താധിയോടെ കാത്തിരിക്കുക ഒരു വശത്ത് അമ്മയും മറുവശത്ത് അവനും. നീ തന്നെ പറയേ, അവരോട് എന്തു മറുപടിയാ ഞാൻ പറയേണ്ടത്? എല്ലാ കളിയും താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിലും ഇപ്പൊ എന്തോ എന്റെ ജീവന്റെ സുരക്ഷിതത്വം അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. മോളെ, ദൈവത്തിന്റെ അംശമൊന്നും അയാൾ കണ്ടിട്ടല്ല. ഒരുപാട് വെറുത്തപ്പോഴും എന്തോ ഒരു കൗതുകം. അതിനിപ്പോ എന്താ വിളിക്കുക, എങ്ങനെ പറയാ, ഒന്നും എനിക്കറിയില്ല. കഴിഞ്ഞ കഥകളോ വരാൻ പോകുന്ന ദുരന്തങ്ങളോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഏതൊരു പെണ്ണും ഒരു ജന്മം കൊണ്ട് ആശിക്കുന്നതിലും അപ്പുറം സന്തോഷത്തില ഞാനിപ്പോ. എനിക്കറിയാം ഈ ഒളിക്കലിനൊരു നീർക്കുമിളയുടെ ആഴ്ചയേ ഉള്ളൂന്ന്. ഒന്നും വേണ്ട അങ്കിൾ, പിടിക്കപ്പെടുന്നത് വരെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. അതുവരെയെങ്കിലും മോളെ. എങ്ങനെയുണ്ട് ഇപ്പൊ? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഡോക്ടർ? മനുഷ്യന് പരിമിതിയുണ്ടല്ലോ. ഒക്കെ നിശ്ചയിക്കുന്നത് ഈശ്വരനാ. അവന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുക എല്ലാം. എല്ലാം കൊണ്ടും മോന് എന്റെ മോളൊരു ഭാര്യയല്ലേ? ഹേയ്, ഒക്കെ ഒരു കുട്ടിക്കളി, അങ്ങനെ കരുതിയിട്ടുള്ളൂ. കണ്ടില്ലേ, 3 എണ്ണത്തോടൊപ്പം ഒന്നുകൂടി, അത്രേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട, ഒക്കെ നേരെയാവും. ഞങ്ങള് പോവാ.
നോക്കിക്കോളാം മോളെ. പഠിച്ചോനെ, എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കൂടാ, അങ്ങനെ വേണം. പഠിച്ചോനെ. ഒരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. അപ്പോ അയ്യോ, നിന്നെ കാണിച്ചു. സോറി ഏട്ടാ, ഇനി മേലെല്ലാം ആവർത്തിക്കില്ല. ഏയ് പഠിച്ചോനെ, ഏയ് എന്താ വിളിച്ചത്? പടച്ചോനെന്ന്. തിരിച്ചറിവ് കിട്ടി. അയിലയില്ലേ ഇവനിപ്പോ മീൻ കച്ചവടം തുടങ്ങിയ? എന്ത് മീനോ? നോ മീൻ. നെയ്മീനോ? തിരിച്ചറിവ് കിട്ടി. ഓ, തിരുത കിട്ടിയോ? ഓടെ മണ്ണുണ്ണി, വിവരമുള്ളവരെ വിളിക്കടാ. പോടാ മണ്ണുണ്ണി, വിവരമുള്ളവരെ വിളിക്കാൻ. അത് ഞാൻ കേട്ടല്ലോ. ദേ, നിങ്ങളുടെ പണ്ടാറക്കാലി മോൾക്ക് തിരിച്ചറിവ് കിട്ടി. എന്റെ ഇരട്ട പേര് വിളിച്ചു. വന്നെടുത്തോട്ട് പോ. വേമ്പാ, വേമ്പാ. എല്ലാം പടച്ചോനെ, ആണ്ടവാ മൂകാംബികേ നാഥ, സർവചരാചരങ്ങളെയും പടച്ച കൈലാസവാസ വിഷ്ണു, ഈ കുടുംബത്തിന് നിത്യശാന്തി നൽകണമേ. എന്റെ യേശുഗുരുവായൂരപ്പ, അമ്മേ ഗണപതി മാതാവേ, ഹരഹരോ ഹരഹര, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവങ്ങൾക്ക് ഇങ്ങനൊരു കോമ്പിനേഷനോ? എന്റെ ഭർത്താവിനും മക്കൾക്കും ആയുസ്സും ഐശ്വര്യം നൽകി കാക്കണമേ. ആമേൻ. പഠിച്ചോനെ, എല്ലാരും എന്താ നോക്കി നിക്കണേ? സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലാച്ചാലോ? നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം? അത് വരുന്ന പഠിച്ചേ. അടുത്ത വീട്ടിൽ എന്താ നടക്കണെന്ന് എത്തി നോക്കുക. വന്നോളൂ ഓരോ നിങ്ങള്. നാശം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ട്. ആ കുട്ടി ഒന്ന് പ്രാർത്ഥിച്ചു കരുതി താൻ എന്തിനാണ് കൂവിളിച്ച് ശല്യം ചെയ്യണേ? അല്ല, സത്യമായിട്ടും എന്റെ ഇരട്ട പേര് വിളിച്ചു. എന്തരട്ട പേരാ വിളിച്ചത്? പറയടോ. പടച്ചോനെന്ന്. പടച്ചോനെ, തന്നെ പടച്ചോനെന്ന് വിളിച്ചാ? പടച്ചോനെ പടച്ചോനെ ഇരട്ട പേര് വിളിച്ച് ഇവനെ കളിയാക്കിയ പടച്ചോ പോലും പൊറുക്കില്ല. ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തലപ്പെട്ട് കയറല്ലേ. പടച്ചോനെ പട്ടി. നീ ആയിരുന്നോ പട്ടി? നിന്റെ പാപ്പ. എനിക്ക് തോന്നിയതായിരിക്കൂ. പടച്ചോനെ, പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ.